morning to everybody. I think you have already written the notes of adventures in a banyan tree. Now I shall explain the note. First question, ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ 3-4 ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ടെക്സ്റ്റിൽ നിന്നാകാം, അതല്ലെങ്കിൽ കവിതയിൽ നിന്നും ആകാം. അതൊരു കമ്പൽസറി ക്വസ്റ്റ്യനാണ്. ഒരു പാരഗ്രാഫ് തരും, ആൻസർ അതിൽ തന്നെ ഉണ്ട്. 4 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ കാണും. അത് നമ്മളതിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുക. ചിലപ്പോൾ 1 മാർക്ക് ഉള്ള ക്വസ്റ്റ്യൻ കാണും, അതിൽ 2 മാർക്കും കാണാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരിക്കൽ ചോദിച്ചതാണ്. റീഡ് ദ ഫോളോയിങ് പാസേജ് ഫ്രം ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അതിൽ ആ പാരഗ്രാഫ് തുടക്കവും അവസാനവും കൊടുത്തിട്ടുണ്ട്. 11ാമത്തെ പേജിൽ 2ാമത്തെ പാരഗ്രാഫാണ്. ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടെത്താം. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ്. അത് അവസാനിക്കുന്നത് ഇൻ എ ക്ലിയറിംഗ് ബെനീത്ത് ദ ട്രീ ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയും ഫേസ് ടു ഫേസ്. ആ ഫൈറ്റ് സീനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് മെയ്ഡ് എവരി വൺ സ്റ്റേ ഇൻഡോഴ്സ് ഇൻ ദാറ്റ് ഏപ്രിൽ. അപ്പം നറേറ്റർ പറയുന്ന ആ ഏപ്രിൽ മാസം എല്ലാവരെയും ഇൻഡോറിലേക്ക് നയിച്ചത് എന്താണ് എന്നാണ്. ചൂട് കാലാവസ്ഥയാണ്. വാട്ട് മെയ്ഡ് എവരി വൺ സ്റ്റേ ഇൻഡോർ. എല്ലാവരെയും ഇൻഡോറിൽ കഴിയാൻ പ്രേരിപ്പിച്ചത് എന്താണ്? ഇൻ ദാറ്റ് ഏപ്രിൽ. ഏതാണ്? ദ വാം ബ്രീസ് മെയ്ഡ് എവരി വൺ സ്റ്റേ ഇൻഡോഴ്സ്. ആ വാം ബ്രീസാണ്, ചൂട് കാറ്റ്. പുറത്തിറങ്ങിയാൽ ചൂട് കാറ്റ്. ആ ചൂട് കാറ്റാണ് ഫാമിലി മെമ്പേഴ്സിനെ വീട്ടിനുള്ളിലിരിക്കാൻ പ്രേരിപ്പിച്ചത്. നമ്മുടെ അന്നത്തെ കൊച്ചു നറേറ്റർ ഉൾപ്പെടെ. ദ വാം ബ്രീസ് മെയ്ഡ് എവരി വൺ സ്റ്റേ ഇൻഡോഴ്സ്. 2ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ ബോയ് തിങ്ക് ഓഫ് ഗോയിങ് ഫോർ എ സ്വിം. ഒന്ന് നീന്താൻ പോകാമെന്ന് കുട്ടി ചിന്തിക്കുന്നു. അവൻ മരത്തിൻ്റെ ഒരു ശാഖയിൽ ഒരു കുഷനൊക്കെ കൊണ്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിലിരുന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഈ വാം ബ്രീസ് സമയത്ത് ഡിസി ഒരു ഉറക്കം തോന്നിയതുകൊണ്ട്, മയക്കം തോന്നിയതുകൊണ്ട് ഒന്ന് കുളിക്കാമെന്ന് ചിന്തിച്ചു. എന്തുകൊണ്ടാണെന്നാണ്. അത് ആ മയക്കമാണ് കാരണം. വൈ ഡിഡ് ദ ബോയ് തിങ്ക് ഓഫ് ഗോയിങ് ഫോർ എ സ്വിം. ഒന്ന് നീന്താൻ പോകാമെന്ന് കുട്ടി ചിന്തിക്കാൻ കാരണമെന്ത്? ആൻസർ ഇതാണ്. ദ ബോയ് വാസ് ഫീലിംഗ് ഡ്രൗസി. ബോറ് തോന്നിയവന്. ദ ബോയ് വാസ് ഫീലിംഗ് ഡ്രൗസി ഇൻ ദാറ്റ് ഹോട്ട് ആഫ്റ്റർനൂൺ. ചൂട് സമയമായതുകൊണ്ട് അവന് ഡ്രൗസി അല്ലെങ്കിൽ എന്താ പറയാം, ഡിസ്കംഫർട്ട് തോന്നി. ആ ഡിസ്കംഫർട്ട് മാറ്റാനാണ് സോ ഹി തോട്ട് ഓഫ് ഗോയിങ് ഫോർ എ സ്വിം. നീന്താൻ പോകാമെന്ന് ചിന്തിച്ചത് അല്ലേ. ഒന്ന് പോണ്ടിലിറങ്ങി നീന്തിയിട്ട് വരുമ്പോഴേക്കും ഒന്ന് ഉഷാറാകും എന്ന് ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ കാരണം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഫീലിംഗ് ഡ്രൗസി, ആ ആഫ്റ്റർനൂണിൽ ഉറക്കം തോന്നിയതുകൊണ്ടാണ് ഒന്ന് നീന്താൻ പോകാമെന്ന് ചിന്തിച്ചത്. 3rd ക്വസ്റ്റ്യൻ. റൈറ്റ് 2 ഇൻസ്റ്റൻസസ് വിച്ച് ഷോ ദാറ്റ് ഇറ്റ് വാസ് ഹാട്ട് ഔട്ട്സൈഡ്. ഇതെല്ലാം ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്, നോക്കിയാൽ അറിയാം. റൈറ്റ് 2 ഇൻസ്റ്റൻസസ്, 2 സംഭവങ്ങൾ എഴുതുക. വിച്ച് ഷോ ദാറ്റ് ഇറ്റ് വാസ് ഹാട്ട് ഔട്ട്സൈഡ്, പുറത്ത് ചൂടാണ് എന്ന് സൂചിപ്പിക്കുന്ന 2 വരികൾ എടുത്തെഴുതാനാണ്. ആ പാരഗ്രാഫ് വായിച്ചാൽ അതിലുണ്ട് ഈ 2 വരികൾ. അതിൽ എ, ദ വാം ബ്രീസ് സെൻഡ് എവരി വൺ ഇൻഡോർ. അപ്പോൾ ആ സെൻറ്റൻസിലൂടെ നമുക്കെന്ത് മനസ്സിലാക്കാം? പുറത്ത് ചൂടാണ് എന്ന് മനസ്സിലാക്കാം. ദ വാം ബ്രീസ്, ചൂട് കാറ്റ്, സെൻഡ് എവരി വൺ ഇൻഡോർ, ഓരോരുത്തരെയും ഇൻഡോറിലേക്ക്, വീട്ടിനുള്ളിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ആ സെൻറ്റൻസ് പുറത്ത് ചൂടാണെന്ന് സൂചിപ്പിക്കുന്ന സെൻറ്റൻസാണ്. മറ്റൊന്ന് ബി, എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്ലംബ് ഓഫ് കാക്ടസ് ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. അതും ചൂടെന്നല്ലേ അർത്ഥം, ചൂടായതുകൊണ്ടല്ലേ. കാക്ടസിനുള്ളിൽ നിന്ന് തണുത്ത സ്ഥലമുണ്ടോ എന്ന് നോക്കിയാണ് കോബ്ര പുറത്തിറങ്ങിയത് എന്ന് പറഞ്ഞത്. അപ്പോൾ ചൂട് സമയമായതുകൊണ്ടാണ് അത് പുറത്തേക്ക് വന്നത്. എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്ലംബ്. ക്ലംബ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്. ക്ലംബ് ഓഫ് കാക്ടസ്, കള്ളിച്ചെടിയുടെ ഇടയിൽ നിന്ന് ഒരു ഹ്യൂജ് ബ്ലാക്ക് കോബ്ര പുറത്തേക്ക് വന്നു.
ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഗാർഡനിലെ ഏതെങ്കിലും ഭാഗത്ത് തണുപ്പുണ്ടോ എന്ന് നോക്കിയാണ് അതിറങ്ങിയത്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസും സൂചിപ്പിക്കുന്നത് അന്തരീക്ഷം ചൂടാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിനുള്ള രണ്ട് സെൻറ്റൻസ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആ പാരഗ്രാഫ് നല്ലവണ്ണം വായിക്കുക, വായിച്ചിട്ട് അതിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ ഇൻസ്റ്റൻസ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ പോസിബിലിറ്റി ഓഫ് എ ഫൈറ്റ് ഇൻസ്റ്റൻ്റ്ലി. വളരെ താമസിയാതെ ഒരു ഫൈറ്റിനുള്ള സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റൻസ്, സംഭവം വ്യക്തമാക്കുക. ആ സെൻറ്റൻസ് എടുക്കുക. പിക്ക് ഔട്ട് ദ ഇൻസ്റ്റൻസ് വിച്ച് ഇൻഡിക്കേറ്റ്സ്, ഇൻഡിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക. ദ പോസിബിലിറ്റി സാധ്യത, പോസിബിലിറ്റി ഓഫ് എ ഫൈറ്റ് ഇൻസ്റ്റൻ്റ്ലി, അല്ലെ ഉടൻ തന്നെ ഒരു ഫൈറ്റ് നടക്കും, അതിനുള്ള സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സെൻറ്റൻസ് കളക്ട് ചെയ്യുക എന്നാണ്. ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്ക്, അതിലുണ്ട്. അതിൽ ഒരു സെൻസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇൻ എ ക്ലിയറിംഗ് ബെനീത്ത് ദ ട്രീ, ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. ലാസ്റ്റിൽ കിടപ്പുണ്ട് ആ പാരഗ്രാഫിൽ ലാസ്റ്റ്. ഇൻ എ ക്ലിയറിംഗ് ബെനീത്ത് ദ ട്രീ, ക്ലിയർ അല്ല, ഇവിടെ തുറസായ സ്ഥലത്ത്, ട്രീയുടെ ചുവട്ടിലായി, മറ്റ് കുറ്റിച്ചെടികളോ കാടുകളോ ഒന്നും ഇല്ലാത്ത ക്ലിയർ സൈറ്റിൽ, ഇൻ ബ്രൈറ്റ് സൺഷൈൻ, ആ സൂര്യപ്രകാശം പതിക്കുന്ന സ്ഥലത്ത്, ദേ കെയിം ഫേസ് ടു ഫേസ് എന്ന് പറയുന്നത്. ദേ എന്ന് പറയുന്നത് മംഗൂസും കോബ്രയും. ദേ കെയിം ഫേസ് ടു ഫേസ്, മുഖാമുഖം അവർ വന്നു, മുഖാമുഖം വരിക. അപ്പോൾ ഒരു ഫൈറ്റ് നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ആ സെൻറ്റൻസ് തരുന്നത്. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് തുടക്കത്തിൽ തന്നെ ഉണ്ട്, നമ്മുടെ പാഠം തുടങ്ങുമ്പോൾ തന്നെ തുടക്കമാണ്. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വെയർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. കണ്ടോ, നോക്കിയാൽ ആ പാഠത്തിൻ്റെ ആരംഭത്തിൽ കാണാം. ആ പാരഗ്രാഫ് കംപ്ലീറ്റ് അവസാനിക്കുന്നത് നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ് എന്ന് അവസാനിക്കും. അതിനുള്ളിൽ ഉത്തരം വരുന്ന 3-4 ക്വസ്റ്റ്യൻ. ഇതിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാൻഡ് ഫാദർ വാസ് ഓഫൺ ടീസ്ഡ് ബൈ ഗ്രാൻഡ് മദർ, വൈ. അപ്പോൾ ആ പാരഗ്രാഫിൽ ഗ്രാൻഡ് ഫാദറിനെ ഗ്രാൻഡ് മദർ കളിയാക്കുന്ന സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കളിയാക്കിയതെന്നാണ്. ഗ്രാൻഡ് ഫാദർ വാസ് ഓഫൺ ടീസ്ഡ് ബൈ ഗ്രാൻഡ് മദർ. അപ്പോൾ നമ്മുടെ നറേറ്ററിനെ പോലെ നറേറ്ററിൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ ആൽമരത്തിൽ കയറാൻ ശ്രമിക്കും. അപ്പോഴാണ് ഗ്രാൻഡ് മദർ കളിയാക്കുന്നത്. ഒരു കഥ പറഞ്ഞാണ് കളിയാക്കുന്നത്. അവർ വായിച്ച ഒരു നോവലിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അതിലൂടെ അവരുടെ ആ റീഡിങ് ഹാബിറ്റും മനസ്സിലാക്കാം. ആ കഥാപാത്രം ആരാണ്? കൗണ്ടസ് ഓഫ് ഡസ്മണ്ട്. 117ാമത്തെ വയസ്സിൽ മരിക്കുന്നു. അവരൊരു ആപ്പിൾ ട്രീയിൽ വലിഞ്ഞു കയറിയതാണ് വീണ് മരിക്കാൻ കാരണം. അല്ലായിരുന്നുവെങ്കിൽ കുറേ കാലം കൂടെ ജീവിച്ചിരിക്കുമായിരുന്നു. ഇത് ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. വൈ, എന്തുകൊണ്ട്? ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 65, ഗ്രാൻഡ് ഫാദറിൻ്റെ വയസ്സ് 65 ആണ്. ഈ 65ാം വയസ്സിലും ബാനിയൻ ട്രീയിൽ പറ്റിപ്പിടിച്ച് കയറാൻ നോക്കും. അപ്പോഴാണ് കളിയാക്കുന്നത്. ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 65, 65ാമത്തെ വയസ്സിൽ പോലും ഗ്രാൻഡ് ഫാദർ വുഡ് ക്ലൈംബ് ദ ബിഗ് ബാനിയൻ ട്രീ, വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ബാനിയൻ ട്രീയിൽ കയറാൻ ശ്രമിക്കുമ്പോഴാണ് ഗ്രാൻഡ് മദർ ഇങ്ങനെ കളിയാക്കുന്നത്. ആ കൗണ്ടസ് ഓഫ് ഡസ്മണ്ടിനെ കുറിച്ച് പറഞ്ഞ് അതുപോലെ കുറേ കാലം കൂടെ കിടക്കും മര്യാദയ്ക്ക് നിന്നാൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കാറുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഐഡിയ ഡു യു ഗെറ്റ് അബൌട്ട് ദ ഗ്രാൻഡ് മദർ ഫ്രം ദ പാസേജ്. ഈ പാസേജിൽ നിന്ന് ഗ്രാൻഡ് മദറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഐഡിയ കിട്ടും? ഈ പാസേജ് വായിച്ചാൽ ഗ്രാൻഡ് മദർ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞ സെൻറ്റൻസ് ഒന്നെടുത്ത് നോക്കിയാൽ അവരുടെ റീഡിങ് ഹാബിറ്റ് മനസ്സിലാക്കുക. അതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഐഡിയ ഡു യു ഗെറ്റ്, എന്ത് ഐഡിയയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എബൌട്ട് ദ ഗ്രാൻഡ് മദറിനെ കുറിച്ച് ഫ്രം ദ പാസേജ്. ഈ പാസേജിൽ നിന്ന് ഗ്രാൻഡ് മദറിനെ കുറിച്ച് എന്ത് ഐഡിയയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ദ ഗ്രാൻഡ് മദേഴ്സ് റീഡിങ് ഹാബിറ്റ് ഈസ് എവിഡൻറ്റ്. എവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ എന്നർത്ഥം. ഗ്രാൻഡ് മദേഴ്സ് റീഡിങ് ഹാബിറ്റ്, ഗ്രാൻഡ് മദറിൻ്റെ വായനാശീലം, റീഡിങ് ഹാബിറ്റ് ഈസ് എവിഡൻറ്റ് ഫ്രം ദ പാസേജ്. ഈ പാസേജിൽ നിന്നും വ്യക്തമാണ്. ഈ പാസേജിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഗ്രാൻഡ് മദറുടെ റീഡിങ് ഹാബിറ്റ്.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. നൗ ഫ്രെയിം അനദർ സെൻറ്റൻസ് ഇൻ ദിസ് പാറ്റേൺ. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. അപ്പോൾ നമ്മുടെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ വൃക്ഷത്തെക്കുറിച്ച് ബാനിയൻ ട്രീയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ വീട്ടിനേക്കാൾ പ്രായമുള്ളതാണ് ബാനിയൻ ട്രീ എന്ന് പറഞ്ഞു. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. അല്ലെ, ഗ്രാൻഡ് ഫാദറിനേക്കാൾ, ആ വീട്ടിനേക്കാൾ അല്ലെ പ്രായമുള്ളതാണ് ബാനിയൻ ട്രീ. ഇനി ഇതേ പാറ്റേണിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനാണ്. അത് ഈ പാഠമായിട്ടുള്ളതല്ല, എങ്ങനെയായിരുന്നാലും ഈ പാറ്റേണിൽ നമുക്കൊരു സെൻറ്റൻസ് പറയാനാണ് പറയുന്നത്. നൗ ഫ്രെയിം അനദർ സെൻറ്റൻസ് ഇൻ ദിസ് പാറ്റേൺ. ഈ പാറ്റേണിൽ മറ്റൊരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ, ഈ പാറ്റേൺ എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. ഓൾഡർ ദാൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഫോം, ഓൾഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫോം, ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഫോം. അപ്പോൾ ഓൾഡർ ദാൻ, ഓൾഡർ കമ്പാരിറ്റീവ് ഫോം വരുമ്പോൾ ദാൻ വരും. ഇതുപോലെ നിങ്ങളൊരു സെൻറ്റൻസ് പറയാനാണ് പറയുന്നത്. നമുക്ക് എത്ര വേണോ സെൻറ്റൻസ് പറയാം. നമ്മുടെ പാഠത്തിൽ നിന്നല്ലാതെയും പറയാം. പാഠത്തിൽ വരുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, മൈനയെക്കുറിച്ചും ക്രോയെക്കുറിച്ചും പറയുന്നു. ഇതിലാരാ ക്ലവറർ, കഴിവുള്ളത്? ഓൾഡർ, ഓൾഡ്, ഓൾഡർ. അതുപോലെ ക്ലവർ, ക്ലവറർ, കമ്പാരിറ്റീവ് ഫോം. മൈന ഈസ് ക്ലവറർ ദാൻ ദ ക്രോ. ക്രോയേക്കാൾ ക്ലവറാണ് മൈന. കണ്ടോ, ആ പാറ്റേണിൽ ഒന്നല്ലേ. അവിടെ ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. നമ്മളിപ്പോൾ പറഞ്ഞ ആൻസർ ദ മൈന ഈസ് ക്ലവറർ ദാൻ ദ ക്രോ. ആ പാറ്റേണാണ്. ആ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾഡർ ദാൻ എന്ന് ഉപയോഗിച്ചു. നമ്മൾ ആ ഓൾഡർ, ആ പാറ്റേൺ ഉപയോഗിക്കുക, ആ വാക്കല്ല. അപ്പോൾ ക്ലവറർ അല്ലേ. ഹൈ എങ്കിൽ ഹയർ, ബ്യൂട്ടിഫുൾ ആണെങ്കിൽ മോർ ബ്യൂട്ടിഫുൾ ദാൻ എന്ന് വരും. ഇങ്ങനെ ആ പാറ്റേണിലൊരു സെൻറ്റൻസ് നിർമ്മിക്കുക. ഇത് ഗ്രാമറുമായി ബന്ധമുള്ള ഒരു സെൻറ്റൻസാണ്. ദ മൈന ഈസ് ക്ലവറർ ദാൻ ദ ക്രോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രധാന ക്വസ്റ്റ്യൻ. അത് 5 മാർക്കിന് ചോദിക്കാം, 6 മാർക്കിന് ചോദിക്കാം, 7 മാർക്കിന് essay ആയിട്ടും ചോദിക്കാം. essay ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ 2 പാരഗ്രാഫായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ 2 പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് എഴുതാം. അല്ല 5 മാർക്കിന് 6 മാർക്കിന് ഒറ്റ പാരഗ്രാഫിൽ എഴുതണം എങ്കിൽ നിങ്ങളിങ്ങനെ പാരഗ്രാഫ് തിരിക്കരുത്, ഒരുമിച്ചങ്ങ് എഴുതിക്കൊള്ളണം. ഒറ്റ പാരഗ്രാഫ്. എപ്പോഴും ഷോർട്ട് ആൻസർ അങ്ങനെയാണ് എഴുതുന്നത്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒറ്റ പാരഗ്രാഫിൽ എഴുതണം. ഞാനത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ബോയ് വാസ് ത്രിൽഡ് അറ്റ് സീയിങ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്. കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് കണ്ട് ആ പയ്യൻ ആകെ ത്രിൽഡായി, കോരിത്തെരിച്ചു പോയി. ആ ഫൈറ്റ് സീൻ വ്യക്തമാക്കുക എന്നാണ്. നറേറ്റ് ദ ഫൈറ്റ് സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. സ്വന്തം വാക്കുകളിൽ ആ ഫൈറ്റ് സീനൊന്ന് നറേറ്റ് ചെയ്യുക, അവതരിപ്പിക്കുക. അപ്പോൾ ഈ ഫൈറ്റ് സീനാണ് ഇതിൽ പ്രധാനമായിട്ട് ചോദിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ. ദ ബോയ് ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ട്രീ. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ അതിന് പറയേണ്ട കാര്യമില്ല, ആ ഫൈറ്റ് സീനിന് പ്രാധാന്യം കൊടുത്താൽ മതി. ദ ബോയ് ഹാഡ് ബിൽറ്റ്, ദ നറേറ്റർ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം. നറേറ്റർ ഒരു സ്മോൾ പ്ലാറ്റ്ഫോം പണിതു. എവിടെയാണ്? ഹാഫ് വേ അപ്പ് ദ ട്രീ, ആ വൃക്ഷത്തിൻ്റെ പകുതി ഭാഗത്ത്. എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിൻ്റെ ഒരു ശാഖയിൽ ഒരു പ്ലാറ്റ്ഫോം പണിതു. ആര്? ഈ പയ്യൻ, നമ്മുടെ അന്നത്തെ നറേറ്റർ. ഹി വുഡ് സ്പെൻഡ് ദ ആഫ്റ്റർനൂൺ ഡെയർ. എല്ലാ ആഫ്റ്റർനൂണും അവിടെയാണ് ചിലവഴിക്കുന്നത്. 2 മാസം വെക്കേഷൻ കിട്ടുമ്പോഴെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് അവിടെ ഇരുന്ന് വായിക്കുക. പിന്നെ ഈ ഫൈറ്റ് സീൻ കണ്ടത് അവിടെ വെച്ചാണ്. സ്ക്വറലുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചതും അവിടെ വെച്ചാണ്. ഹി വുഡ് സ്പെൻഡ്, ദ യങ് നറേറ്റർ വുഡ് സ്പെൻഡ് ദ ആഫ്റ്റർനൂൺ ഡെയർ. സ്പെൻഡ് ചിലവഴിക്കുക. ഹി വുഡ് സ്പെൻഡ്, ദ നറേറ്റർ വുഡ് സ്പെൻഡ് ദ ആഫ്റ്റർനൂൺ ഡെയർ. ആഫ്റ്റർനൂൺ ഡെയർ, ഡെയർ മീൻസ് ഓൺ ദ പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമിലാണ് ചിലവഴിക്കാറുള്ളത്. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. അതൊരു ഏപ്രിൽ മാസമായിരുന്നു. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. ഈ സംഭവം നടക്കുന്നത്, കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നത് അതൊരു ഏപ്രിൽ ആഫ്റ്റർനൂണിൽ. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. വെൻ ഹീ ലുക്ക്ഡ് ഔട്ട് ഹീ സാ എ ഹ്യൂജ് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് ദ കാക്ടസ്. കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളിച്ചെടി. വെൻ ഹീ ലുക്ക്ഡ് ഔട്ട്, ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഇയാൾ താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഹീ സാ എ ഹ്യൂജ് കോബ്ര.
വളരെ വലിപ്പമുള്ള ഒരു കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് ദ കാക്ടസിനുള്ളിൽ നിന്ന് അല്ലെങ്കിൽ കള്ളിച്ചിടയ്ക്കിടയ്ക്ക് നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടു. എ ഹ്യൂജ് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് ദ കാക്ടസിനിടയ്ക്ക് നിന്ന് പുറത്തു വരുന്നത് കണ്ടു. അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത് തന്നെ ഒരു മംഗൂസും ബുഷസിനിടയ്ക്ക് നിന്ന് പുറത്തു വരുന്നു. അറ്റ് ദ സെയിം ടൈം എ ഗ്രേ മംഗൂസ്, ഗ്രേ കളറിലുള്ള ഒരു മംഗൂസ്, കീരി, ആൾസോ കെയിം ഔട്ട് ഫ്രം ദ ബുഷസ്, കുറ്റിക്കാട്ടിൽ നിന്ന് ഈ കീരിയും പുറത്തേക്ക് വന്നു. ദേ സ്റ്റുഡ് ഫേസ് ടു ഫേസ്, അങ്ങനെ രണ്ടുപേരും മുഖാമുഖം നിന്നു. കീരിയും കോബ്രയും മുഖാമുഖം നിന്നു. ദേ സ്റ്റുഡ് ഫേസ് ടു ഫേസ്. ഫേസ് ടു ഫേസ് പറഞ്ഞാൽ മുഖാമുഖം, രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിന്നു. ദ കോബ്ര ഹിസ്ഡ്, ഇവൻ ഉപദ്രവിക്കുന്ന കോബ്രയ്ക്ക് അറിയാം, അതുകൊണ്ട് കോബ്ര ആദ്യമേ വാണിംഗ് കൊടുത്തു, ഹിസ്സിങ് സൗണ്ട് പ്രകടിപ്പിച്ചു. ദ കോബ്ര ഹിസ്ഡ്, HISSED, ഹിസ് എന്ന് പറഞ്ഞാൽ ഒരു വിസിലിംഗ് സൗണ്ട്, പത്തി വിടർത്തി ഒരു ഹിസ്സിങ് സൗണ്ട് പ്രകടിപ്പിക്കും ആദ്യം. അവസാനമാണ് പത്തി തറയിൽ അമർത്തുന്നത്, പിന്നെ കടിക്കുന്നത്. ഇതൊരു വാണിംഗ് ആണ്. ആദ്യം പത്തി വിടർത്തും, പിന്നെ നാക്ക്, അതിൻ്റെ പിളർന്ന നാക്ക് അതിങ്ങനെ അകത്തോട്ടും പുറത്തോട്ടും വലിച്ച് ഭയപ്പെടുത്തും. പിന്നെ ഹിസ്സിങ് സൗണ്ട് പ്രകടിപ്പിക്കും. അത് കഴിഞ്ഞിട്ടാണ് പത്തിത്തറയിൽ അമർത്തുകയും വിഷമെടുക്കുകയും പിന്നെ കടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സ്റ്റെപ്പ് എടുക്കുകയാണ്. ദ കോബ്ര ഹിസ്ഡ്, ഹിസ്സിങ് സൗണ്ട് പ്രകടിപ്പിച്ചു. ടു ഷോ ദ റെഡിനെസ് ഓഫ് ദ ഫൈറ്റ്, ഞാൻ ഫൈറ്റിന് തയ്യാറാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഹിസ്സിങ് സൗണ്ട് പ്രകടിപ്പിച്ചു. ആരോട്? മംഗൂസിനോട്. ടു ഷോ ദ റെഡിനെസ് തയ്യാർ, റെഡിനെസ് ഓഫ് ദ ഫൈറ്റ്, ഞാൻ ഫൈറ്റിന് തയ്യാറാണ്, നീ ഫൈറ്റിനാണ് വന്നെങ്കിൽ ഞാനതിന് തയ്യാറാണ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഹിസ്സിങ് സൗണ്ട് പ്രകടിപ്പിച്ചു ആ കോബ്ര. ഹിസ് ഫോർക്ക്ഡ് ടങ്, ഫോർക്ക് പോലുള്ള ടങ്, അതിൻ്റെ നാക്ക് പിളർന്ന നാക്കാണ്. ഫോർക്ക്ഡ് ടങ്, ഹിസ് ഫോർക്ക്ഡ് ടങ് വാസ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. ഈ പാമ്പിൻ്റെ പിളർന്ന നാക്ക്, ഫോർക്ക് പോലുള്ള നാക്ക്, ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്, മൂവിങ് ഇൻ ആൻഡ് ഔട്ട്, അകത്തേക്കും പുറത്തേക്കുമായിട്ട് വന്നു. നാക്ക് പിളർന്ന നാക്കിനെ പുറത്തേക്കിട്ടും അകത്തേക്ക് വലിച്ചും ഭയപ്പെടുത്തി. ഇറ്റ് റൈസ്ഡ് 3 of his 6 feet ഓഫ് ദ ഗ്രൗണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഗ്രൗണ്ടിൽ നിന്ന് 3 അടി ഉയർന്നു. 3 of his 6 feet എന്ന് പറഞ്ഞാൽ 6 അടി നീളമുള്ള പാമ്പിൻ്റെ പത്തി 3 അടിയോളം ഉയർന്നു. അപ്പം പകുതിയോളം ഗ്രൗണ്ടിൽ നിന്ന് മുകളിലാണ് നിൽക്കുന്നത്, കാരണം എത്തി അറ്റാക്ക് ചെയ്യുന്നതിന്. ഇറ്റ് റൈസ്ഡ്, ദ സ്നാക്ക് റൈസ്ഡ് 3 of his 6 feet ഓഫ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് 6 അടി നീളത്തിൽ 3 അടി നീളവും ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്തി. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ ആൻഡ് ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ, മംഗൂസ് എന്ത് ചെയ്തു? ഫൈറ്റിന് തയ്യാറെടുക്കുകയാണ്. വാലിനെ ഒന്ന് നിവർത്തി. ബുഷ്ഡ് സ്റ്റൈൽ, അതിൻ്റെ രോമങ്ങൾ ഓരോന്നും എണീറ്റ് നിന്നു. ബുഷ്ഡ് സ്റ്റൈൽ ആൻഡ് ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ, സ്പൈനിൽ മുതുകിലുള്ള ലോങ് ഹെയറും ഒന്ന് എണീറ്റു. സ്റ്റുഡ് അപ്പ്, അപ്പം വാലിലെ ഹെയറും അതുപോലെ സ്പൈൻ മുതുകത്തുള്ള ഹെയറും അത് എണീറ്റു. മുള്ളുപോലെ നിൽക്കുന്ന ഹെയർ എണീറ്റു. ദ കോബ്ര ട്രൈഡ് ടു മസ്മറൈസ് ദ മംഗൂസ്. കോബ്ര അവനെ മസ്മറൈസ് ചെയ്യാൻ ശ്രമിച്ചു. കോബ്ര ട്രൈഡ് ടു മസ്മറൈസ് ദ മംഗൂസ്. മസ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുക എന്ന് തന്നെയാണ്. ഒരു അട്രാക്റ്റ് ചെയ്യുക, കണ്ണുകൊണ്ട് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ കണ്ണുകൊണ്ട് മസ്മറൈസ് ചെയ്തിട്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ മസ്മറൈസ് ചെയ്യുന്നത്. ദ കോബ്ര ട്രൈഡ് ടു മസ്മറൈസ് ദ മംഗൂസ്. അതിൻ്റെ കണ്ണിന് ഒരു പ്രത്യേക ആകർഷണമുണ്ട്. അപ്പോൾ നമ്മുടെ ആ കണ്ണിൻ്റെ ഭംഗി, അതിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കി നിൽക്കുമ്പോഴായിരിക്കും ഇത് ആക്രമിക്കുന്നത്. അങ്ങനെ മംഗൂസ് ആ കണ്ണിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആക്രമിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് മസ്മറൈസ് ചെയ്യുന്നത്. ദ കോബ്ര ട്രൈഡ് ടു മസ്മറൈസ് ദ മംഗൂസ്. ദ കോബ്രാസ് ഇഫർട്ട് ടു സ്ട്രൈക്ക്, എന്നിട്ട് മംഗൂസിനെ സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിച്ചു. ആ ശ്രമം ദ കോബ്രാസ് ഇഫർട്ട് എന്ന് പറഞ്ഞാൽ ശ്രമം. ടു സ്ട്രൈക്ക്, ടു ബൈറ്റ് ദ മംഗൂസ് വാസ് ഇൻ വെയിൻ. മംഗൂസിനെ കടിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. അത്
കണ്ണുകൾ കൊണ്ട് മസ്മറൈസ് ചെയ്തിട്ട് ആഞ്ഞു കൊത്തുന്നു. പക്ഷേ മംഗൂസ് അത് കണക്കാക്കി നിൽക്കുന്നു. അവൻ പിന്നിലോട്ട് മാറി. അങ്ങനെ അതിൻ്റെ ബൈറ്റ് വെയിനായി. വെയിൻ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ്. ടു സ്ട്രൈക്ക് ദ മംഗൂസ് വാസ് ഇൻ വെയിൻ. ദ മംഗൂസ് സ്പ്രാങ് അസൈഡ് ആൻഡ് ബിറ്റ് ദ കോബ്ര ഓൺ ദ ബാക്ക്. മംഗൂസ് എന്ത് ചെയ്തു? സ്പ്രാങ് അസൈഡ്, സ്പ്രിങ് ആക്ഷൻ പോലെ പെട്ടെന്ന് പിന്നിലോട്ട് ചാടുകയും ബിറ്റ് ദ കോബ്ര ഓൺ ദ ബാക്ക്, കോബ്രയുടെ മുതുകത്ത് കടിക്കുകയും ചെയ്തു. ദ കോബ്ര വാസ് വീക്കണിങ്. കടികൊണ്ട കോബ്ര പിടയുകയാണ്. വീക്കണിങ്, അതിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. മുതുകിലാണ് കടിപറ്റിയത്. ഫൈനലി, അവസാനം മംഗൂസ് എന്ത് ചെയ്തു? ദ മംഗൂസ് ഗ്രാബ്ഡ്. ഗ്രാബ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക, വായ്ക്കകത്താക്കുക. ദ സ്നാക്ക് ബൈ ദ സ്നൗട്ട്. സ്നൗട്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ. പാമ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ തല. ഫ്രണ്ട് പോർഷൻ വായ്ക്കകത്താക്കുകയും ചെയ്തു. വെൻ ദ കോബ്ര സീസ്ഡ് ടു സ്ട്രഗിൾ. അവസാനം കോബ്ര എപ്പോഴാണോ സ്ട്രഗിളിങ് നിർത്തുന്നത്, വാലുകൊണ്ടൊക്കെ ഇങ്ങനെ പിടയുകയാണ്, അത് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ അത് പിടിവിട്ടില്ല. വാക്യകത്ത് തന്നെ തലയെ വച്ചിരുന്നു. വെൻ ദ കോബ്ര സീസ്ഡ്. സീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്ഡ് ടു സ്ട്രഗിൾ. അത് പിടച്ചിലൊന്ന് നിർത്തിയപ്പോൾ, അപ്പോൾ എന്ന് പറഞ്ഞാൽ മരണം സംഭവിച്ചു എന്നുറപ്പായപ്പോൾ, ദ മംഗൂസ് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്. മംഗൂസ് എന്ത് ചെയ്തു? ഡ്രാഗ്ഡ്. ഡ്രാഗ് എന്ന് പറഞ്ഞാൽ വലിച്ചഴിച്ചു കൊണ്ടുപോവുക. ഡ്രാഗ്ഡ് ഇറ്റ് മീൻസ് ദ സ്നാക്ക് ഇൻ ടു ദ ബുഷസ്. ബുഷസിലേക്ക്, കുറ്റിക്കാട്ടിലേക്ക് ഈ പാമ്പിനെയും വലിച്ചിഴച്ച് കീരി അപ്രത്യക്ഷമായി. ഇതാണ് ഫൈറ്റ് സീൻ. നമുക്ക് നെക്സ്റ്റ് ലെസൺ അടുത്ത ക്ലാസ്സിന് എടുക്കാം.